വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വണ്ടൂർ ടൗണിലെ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ടാക്സി സ്റ്റാൻഡിൽ പ്രവൃത്തി ആരംഭിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU രംഗത്ത്. പ്രവൃത്തി പൂർത്തിയായാൽ പഴയപടി ടാക്സി സ്റ്റാൻഡ് അനുവദിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ടാക്സി തൊഴിലാളികളുടെ സംയുക്ത യൂണിയൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. AP അനിൽകുമാർ MLA 40 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. പ്രവൃത്തി പൂർത്തിയായാൽ പഴയപടി തങ്ങളുടെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണമെന്നാണ് ഡ്രൈവർമാരുടെ ആവശ്യം. എന്നാൽ 4 അടിയോളം ഉയരത്തിലാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതോടെ ടാക്സി ഡ്രൈവർമാർ ആശങ്കയിലായിരിക്കുകയാണ്. ഇതാണ് മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU ഭാരവാഹികൾ വിഷയത്തിൽ ഇടപെടാൻ കാരണം. ഇവരുടെ നേതൃത്വത്തിൽ പ്രവൃത്തി നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു. വണ്ടൂരിൽ കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി പഴയ ടാക്സി സ്റ്റാൻഡായി ഉപയോഗിച്ചു വന്നിരുന്ന സ്ഥലത്ത് MLA ഫണ്ട് 40 ലക്ഷം നീക്കിവെച്ചു എന്നാണ് അറിവ്. അവിടെ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടി, ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടി പണികൾ തകൃതിയായി നടന്നു വരികയാണ്. ഒരു അക്രഡിറ്റ് ഏജൻസിയെ അത് ഏൽപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. 40 ലക്ഷം എന്നുള്ളത് ഇവിടുത്തെ ഏതോ സോഷ്യൽ മീഡിയകളിലൂടെ വന്ന വിവരം മാത്രമേ ഉള്ളൂ. പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലുള്ള ആ പ്രസ്തുത സ്ഥലത്ത് എന്ത് നിർമ്മാണമാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർക്കറിയില്ല. MLA ഫണ്ടിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഉദ്യോഗസ്ഥന്മാർ നിലവിൽ ബ്ലോക്കാണ്. അക്രഡിറ്റ് ഏജൻസിക്ക് ഏൽപ്പിച്ചു എന്ന പേരിൽ അവർക്കും ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. ഒരു ദിവസം JCB ഉപയോഗിച്ച് ചില കരാറുകാർ അവിടെ പ്രവൃത്തി നടത്തുമ്പോഴാണ് നിലവിലെ 45ഓളം വരുന്ന ടാക്സി ഡ്രൈവർമാർ അവിടെ നിന്ന് തെരുവിലിറങ്ങുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത്. കരാറുകാർ പറയുന്നതനുസരിച്ച് അവരുടെ പ്രവൃത്തി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ്. പക്ഷേ അതിൻ്റെ നിർമ്മാണം കണ്ടിട്ട് തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ വണ്ടൂരങ്ങാടിയിൽ ആകെ ജലപ്രളയം ഉണ്ടാകുന്ന തരത്തിൽ തികച്ചും അശാസ്ത്രീയമായി അവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വിവരം കിട്ടിയപ്പോഴാണ് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഏക സൗകര്യമുള്ള സ്ഥലം അതിൻ്റെ ഉടമയായിട്ടുള്ള വണ്ടൂർ ഗ്രാമപഞ്ചായത്തോ പ്രാദേശിക ഭരണകൂടമായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തോ അറിയാണ്ട് MLA 40 ലക്ഷം രൂപ മുടക്കി അക്രഡിറ്റഡ് ഏജൻസിയെ ഏൽപ്പിച്ച് കമ്മീഷൻ പറ്റി അത് ഓഡിറ്റോറിയം എന്ന പേരിൽ ഏകദേശം റോഡിൽ നിന്ന് 3.5-4 അടി ഉയരത്തിൽ മനുഷ്യയോഗ്യമല്ലാത്ത പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ അശാസ്ത്രീയമായി ടാക്സി സ്റ്റാൻഡ് പോലും ഒഴിവാക്കിക്കൊണ്ടാണ് പ്രവൃത്തി നടക്കുന്നത് എന്നുള്ള പൊതുജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ സ്ഥലം പോയി പരിശോധിച്ചു. ഇപ്പോൾ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വർക്ക് നടക്കുകയാണെങ്കിൽ അത് അശാസ്ത്രീയമാണ്. അത് ടാക്സിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന, പൊതുപരിപാടിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന, വണ്ടൂർ ടൗണിൽ വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാവുന്ന, പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് അത് ഉപയോഗപ്പെടുത്തണം. അതിനെക്കുറിച്ച് നിലവിൽ പഞ്ചായത്തോ അതല്ലെങ്കിൽ ബ്ലോക്കോ അവർക്ക് ആ പരിപാടിയെക്കുറിച്ച്, പദ്ധതിയെക്കുറിച്ച് ഒരു അറിവുമില്ല. വാണിയമ്പലത്തെ ടൗൺ സ്ക്വയർ പോലെ വണ്ടൂർ അങ്ങാടിയിൽ കൂടി കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഉപയോഗശൂന്യമായ ഒരു പദ്ധതി നടപ്പിലാക്കരുത് എന്നും അത് അവിടുത്തെ ടാക്സി ഡ്രൈവർമാരെ കൂടി വിശ്വാസത്തിലെടുത്ത് പൊതുജന സമക്ഷം അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി വാങ്ങിക്കൊണ്ട് വേണം ആ പദ്ധതി പൂർത്തീകരിക്കാൻ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇലക്ഷന് മുന്നേ ഫണ്ട് തട്ടാനുള്ള ഒരു മാർഗമായി MLA ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. നിലവിൽ നടക്കുന്ന പ്രവൃത്തി അശാസ്ത്രീയമാണെന്നും ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. CITU ഏരിയ സെക്രട്ടറി V. അർജുൻ, അനിൽ, KT മുഹമ്മദ് അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ്. ബീഫ് സുർബിയാൻ, മട്ടൻ ചാപ്സ്, ബീഫ് പള്ളിക്കറി, ഫിഷ് കറി, മീൽസ്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും. ബ്രീസ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.